ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ്. മിശ്ര വിവാഹവും മക്കൾക്കായുള്ള പ്രാർത്ഥനയും. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 18-ാമത്തെ വാക്യം. അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, ഇസ്മായേൽ അങ്ങയുടെ തിരുമുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി. അപ്പൻ മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇസ്മായേൽ അങ്ങയുടെ തിരുമുമ്പിൽ എങ്ങനെ ജീവിക്കണം? അങ്ങയുടെ തിരുമുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി. ഓരോ മക്കൾക്ക് വേണ്ടിയും മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയും പ്രാർത്ഥിച്ചിരിക്കേണ്ട പ്രാർത്ഥനയും ഇതായിരിക്കണം: ഇസ്മായേൽ അങ്ങയുടെ തിരുമുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി. അതുകൊണ്ട് നമുക്ക് മക്കൾ എത്ര പേരുണ്ടായിരുന്നാലും ഒരാളായിരുന്നാലും പ്രാർത്ഥിക്കേണ്ടത് ഇതാ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിക്കണമെന്നല്ല, ദൈവത്തിൻ്റെ തിരുമുമ്പിൽ അവരെ സമർപ്പിച്ച് അങ്ങയുടെ തിരുമുമ്പിൽ അവർ ജീവിച്ചിരുന്നാൽ മതിയെന്ന്. അപ്പോൾ കുറേ അസ്വസ്ഥതകളൊക്കെ തന്നെ വിട്ടുപോകും. ദൈവത്തിൻ്റെ സംരക്ഷണം അവർക്കും നമുക്ക് ഫീൽ ചെയ്യും. ബ്രദർ ഇന്നിങ്ങനെ ഒരു വിഷയം നൽകാനുള്ള പ്രത്യേക കാരണം, ഇന്നലെയും ഇന്നും ഈ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇപ്രകാരമുള്ള ഒത്തിരി കേസുകൾ പല മാതാപിതാക്കളും പല കുടുംബങ്ങളും മതമൈത്രിയിലേക്ക് പോകുന്നു എന്നുള്ള അവസ്ഥ. സ്വന്തം ജാതിയും മതവും ഗോത്രവും വർഗവും ഒക്കെ മറന്നുകൊണ്ടും മാതാപിതാക്കളുടെ താല്പര്യങ്ങളും അഭിരുചിയും എല്ലാം മറന്ന് തലമറന്ന് എണ്ണ തേക്കുന്നത് പോലത്തെ അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ള പരാതി പലരും പല സങ്കടങ്ങളും ഈ മേഖലയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതായത് കഴിഞ്ഞ ദിവസം ഒരമ്മ വിളിച്ചിട്ട് പറഞ്ഞതാണ്, ഇന്ന് മറ്റൊരമ്മ വിളിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഒരമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മകൻ അവനേക്കാൾ 5-6 വയസ്സ് മൂത്ത ഒരു വിധത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് വാശി പിടിച്ചിരിക്കുക. 5-6 വയസ്സ് മൂത്തതുമാണ്. ഒരു വിധത്തിലും ഈ കുടുംബത്തിന് ചേർന്ന് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ കടുംപിടുത്തത്തിൽ കിടക്കുകയാണ്. എന്തായാലും ദൈവവചനമൊക്കെ പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മാതാപിതാക്കളിൽ ഇതുമൂലമുള്ള അസ്വസ്ഥതകളും പിരിമുറുക്കങ്ങളൊക്കെ ഒത്തിരി കുറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലാവുകയുണ്ടായി. അത് ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരമായിട്ട് ആ മാതാപിതാക്കൾ എടുത്തു. അപ്പോൾ ഇന്ന് എൻ്റെ ജീവിത പങ്കാളി ഇതുപോലെയുള്ള ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞത് ഓർക്കുകയാണ്. പള്ളിയിൽ അച്ഛൻ ഹാളൊക്കെ കൊടുത്തു, പക്ഷെ അവസാനം ഇപ്രകാരമുള്ളതാണ് കുടുംബത്തിനും സമുദായത്തിനും ഒരു ഇടർച്ച ഉണ്ടാക്കുന്നതറിഞ്ഞപ്പോൾ ആ കാര്യമെല്ലാം റദ്ദ് ചെയ്ത് അവസാനം ഹാളിലേക്ക് വരുന്ന ആളുകളെല്ലാം വേറെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത സ്ഥലത്തേക്ക് പറഞ്ഞു വിടേണ്ടി വന്ന അവസ്ഥകൾ. അപ്പോൾ സ്വന്തം സമുദായം എപ്പോഴും വിവാഹം നടക്കാൻ എല്ലാവർക്കും നല്ലത്, എന്നാൽ ഇന്ന് അങ്ങനെയൊന്നുമല്ല. നടക്കാൻ എല്ലാവർക്കും നല്ലത് സ്വന്തം ജാതിയും മതവും ഗോത്രവും കുടുംബവും എല്ലാം നോക്കി ചെയ്യുന്നതായിരിക്കും അവർക്കും നല്ലത്, നമുക്കും നല്ലത്. കഴിഞ്ഞ ദിവസം ഒരമ്മ വിളിച്ചു പറഞ്ഞ ഇതാണ്, മകൻ കല്യാണം കഴിച്ചിട്ട് 2 മാസമായി, 2 മാസവും മറ്റുമായി. പെണ്ണിപ്പോൾ 1 മാസം ഗർഭിണിയാണ്. നടക്കുന്നത് വരെയുള്ള പുകയിലല്ല, ഇപ്പം അത് പിരിയാൻ വേണ്ടിയുള്ള പ്രാന്താണ്. പെണ്ണിനെ കണ്ണിന് കണ്ടുകൂടാ. രണ്ടുപേരും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. ഇന്ന് ഒരമ്മ എന്നെ വിളിച്ചിട്ട് ഇതുപോലത്തെ തന്നെ സങ്കടങ്ങൾ പറഞ്ഞ അവസ്ഥകളാണ്. ഇന്നലെ ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞ ഇതാണ്, ഭാര്യ വിദേശത്ത് ജോലിക്ക് പോയിരിക്കുകയാണ്, 2 കുഞ്ഞുങ്ങളുണ്ട്, ഭർത്താവിൻ്റെ വീട്ടുകാരും കുഞ്ഞുങ്ങളെ നോക്കുകയാണ്. സ്നേഹിച്ച് ഭൂകമ്പം ഉണ്ടാക്കി കല്യാണം നടന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇയാൾക്ക് സംശയരോഗം. അവിടെ മുറിയിൽ ആരാണെന്ന് ഫോൺ തിരിച്ചും മറിച്ചും എല്ലാം കാണിച്ചു കൊടുക്കണം, ആരോ ഉണ്ടോ എന്ന് ഉള്ള സംശയം. പറയുമ്പോൾ മദ്യപാനവും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി അസ്വസ്ഥതകളെല്ലാം ഈ ലവ് മാരേജസിലെല്ലാം ആ വിഭാഗക്കാർ ചിലപ്പോൾ എനിക്കെതിരെ കമൻറ്റുകളും ഒത്തിരി പൊസസീവായിട്ടുള്ള വേർഡ്സൊക്കെ ചിലപ്പോൾ വന്നേക്കാം. അത് സ്വാഭാവികം മാത്രം. ഞാനത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ചെയ്യുകയാണ്.
ഇതിൽ ഞാനും നിങ്ങളും ആരും അന്യരല്ല. നമുക്കെല്ലാം പൊതുവെ ബാധകമാകുന്ന കാര്യങ്ങളാണ് കുടുംബജീവിതക്കാരെന്ന നിലയിൽ. കഴിഞ്ഞ ദിവസം 2000-ഓളം വീട്ടുകാർ ഉൾക്കൊള്ളുന്ന ഇടവകയിലെ കപ്പ്യാർ സങ്കടം പറഞ്ഞത് ഓർക്കുകയാണ്. ഈസ്റ്റർ കഴിഞ്ഞിട്ട് പാകത്തിന് ഒരൊറ്റ കല്യാണം നടന്നില്ല. എല്ലാം ലിവിങ് ടുഗദറും രജിസ്റ്റർ മാരേജുമാണ്. നടക്കണില്ലെന്ന് പറയാൻ പറ്റില്ല. പള്ളിയിൽ വെച്ച് ഇനി നടന്നില്ലെങ്കിലും അവർ ഹാളൊക്കെ എടുത്ത് എവിടെയെങ്കിലും വെച്ച് ഫങ്ഷൻ നടത്തുന്നു. മറ്റേത് പള്ളിയിൽ പെരുന്നാൾ കഴിയുമ്പോൾ നടത്താൻ വേണ്ടി എത്ര വിളിച്ചു ചൊല്ലുണ്ടാകുമെന്ന് അറിയാമോ? ഇപ്പോൾ വിളിച്ചു ചൊല്ലില്ല. ആ ഇടവകയിലെ കുറിച്ച് സങ്കടം പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, കല്യാണം നടക്കണില്ല? നടക്കണുണ്ട്. മിക്കതും പിള്ളേരെല്ലാം പുറത്താണ്. അവിടെ വെച്ച് തന്നെ മിക്കതും ലിവിങ് ടുഗദറാണ്. എന്ന് മാത്രമല്ല, അതായത് കല്യാണം കഴിക്കാതെ അവർ കൂടി പാർക്കുകയാണ്. വേറെ ചിലത് അവിടെ വെച്ച് തന്നെ പൊട്ടിത്തെറിച്ച് പോകുന്നു. മറ്റു ചിലത് രജിസ്റ്റർ മാരേജാണ്. അല്ലെങ്കിൽ അപൂർവ എണ്ണം ചടങ്ങ് നടത്തണമെന്നും പറഞ്ഞ് വന്ന് എവിടെയെങ്കിലും ഹാളിൽ വെച്ച് നടക്കുന്നു. പക്ഷേ വിവാഹത്തിൻ്റെ ആ പവിത്രതയും പരിശുദ്ധിയും പലരും വേണ്ടതുപോലെ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒത്തിരി സങ്കടങ്ങൾ. ഇന്നലെ എന്നോടൊരു അമ്മ ചോദിച്ചു, ബ്രദറെ ഈ വിഷയത്തെക്കുറിച്ച് ബ്രദറിന് എന്തുകൊണ്ടൊരു ടോക്ക് ചെയ്യും? ഞാൻ പറഞ്ഞു, അല്ലാതെ തന്നെ ധാരാളം വിഷയങ്ങളുണ്ടല്ലോ എന്നിങ്ങനെ ഒഴുക്കം മട്ടിൽ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അന്നേരം തൊട്ട് എൻ്റെ ഈ ദിവസങ്ങളിൽ ധാരാളമായിട്ട് വരുന്നൊരു കേസാണ് ഈ മിശ്ര വിവാഹത്തിൻ്റെയും അതുപോലെ മാതാപിതാക്കൾ അനുസരിക്കുന്നില്ല. MBA BTech ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ കയറി സമാധി ഇരിക്കുന്നത് പോലെ പഠിച്ച പദവിക്ക് തന്നെ ജോലി കിട്ടിയില്ലെങ്കിൽ പോകില്ല. ഇനി ഇവരൊക്കെ 10, 30, 35, 38. ഇന്നൊരു സഹോദരി വിളിച്ച് നന്ദി പറഞ്ഞത് ഓർക്കുക. സ്വന്തം സഹോദരിയുടെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. പ്രാർത്ഥിക്കാനുള്ള വചനവും പറഞ്ഞു കൊടുത്തു. ഒരു ദിവസം ഇതുപോലെ ഇപ്പോൾ ഒരു സന്ധ്യാസമയത്തായി വീഡിയോ ഇടുന്നത്. അപ്പോൾ വിളിച്ച് ഒത്തിരി കരഞ്ഞ ഒരു അവസ്ഥയാണ്. സഹോദരിയുടെ കല്യാണം നടക്കാതെ നിൽക്കുന്നു. വന്നതൊന്നും ഇഷ്ടപ്പെടാനില്ല. 38 വയസ്സായി എന്ന്. അപ്പോൾ അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക, അവർക്ക് സമാധാനം ആശംസിക്കുക. സങ്കീർത്തനം 122:8 വചനമൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇന്ന് വിളിച്ച് പറഞ്ഞ ഇതാണ്, ഒരെണ്ണം വന്ന് ഏതാണ്ട് സെറ്റായ രീതിയിലായിട്ടുണ്ട്, ഇനിയും പ്രാർത്ഥിക്കണേ എന്ന്. അപ്പോൾ പല സഹോദരങ്ങളും പല മാതാപിതാക്കളും ഒത്തിരി അസ്വസ്ഥപ്പെടും. നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണ്ടേ? കല്യാണം വേണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ താല്പര്യമില്ല. എത്ര നാളെന്ന് വെച്ചാൽ ഈ താല്പര്യക്കുറവും വേണ്ടാത്ത അവസ്ഥ. വേറെ ചിലർക്ക് മാനസാന്തരം ഉണ്ടാകുന്നത് 42, 48, 40 വയസ്സ്, അങ്ങനെയുള്ള ധാരാളം കേസുകൾ വരാറുണ്ട്. അപ്പോൾ ദാവീദ് തൻ്റെ കുഞ്ഞിനു വേണ്ടി 2 സാമുവേൽ 12:16 കുഞ്ഞിനു വേണ്ടി ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ ഉപവസിച്ചു. രാത്രി മുഴുവൻ മുറിയിൽ നിലത്ത് കിടന്നു. ഓരോ അപ്പനും അമ്മയും മക്കളെക്കുറിച്ചുള്ള ദൈവഹിതമറിയാനായിട്ട് പ്രാർത്ഥിക്കുന്നവരാണോ? അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നുണ്ടോ? വിശുദ്ധിയോടെയാണോ വിശ്വകുർബാനയിൽ മാതാപിതാക്കൾ ഒറ്റക്കെട്ടായിട്ട് പങ്കെടുത്താൽ തന്നെ പല കെട്ടൊഴിയും? കാരണം ബ്രദർ ഇത് ഉദാഹരണ അനുഭവ സഹിതമാണ് പറയുന്നത്. മക്കൾക്ക് 2 പേർക്കും കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ തമ്മിൽ കടിപിടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അമ്മ വന്ന് വചനം കേട്ടു, പിന്നെ അപ്പനെയും കൂട്ടിക്കൊണ്ടുവന്നു. 2 പേരും കുമ്പസാരിച്ച് വചനമൊക്കെ കേട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കാര്യം പറഞ്ഞ് ഇഞ്ഞു മക്കളുടെ അടുത്തോട്ട് ചെല്ലണ്ട, അവർ നിങ്ങളോട് പറയും. 2 മക്കളുടെ അങ്ങനെ തന്നെ 2 കല്യാണവും ചടപടാന്നും പറഞ്ഞ് നടന്നു. അതുകൊണ്ട് മാതാപിതാക്കൾ ഉള്ളൊരുക്കി ദൈവത്തോട് പ്രാർത്ഥിക്കണം. കാരണം 127-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഉദരഫലം ദൈവത്തിൻ്റെ ദാനം. 127-ാം സങ്കീർത്തനം 3-4 കർത്താവിൻ്റെ ദാനമാണ് മക്കൾ. ഉദരഫലം ഒരു സമ്മാനവും. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെ. അതുകൊണ്ടാണ് നേരത്തും കാലത്തും സമയത്തും കല്യാണം കഴിക്കാൻ പറയുന്നതിൻ്റെ ഒരു കാരണം, യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. ഇനി വേറൊരു ഭാഗം ഇവിടെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 1 സാമുവേൽ 3:13 മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാത്തത് മൂലം ഞാൻ അവൻ്റെ കുടുംബത്തിന്മേൽ എന്നേക്കുമായി ശിക്ഷാവിധി നടത്താൻ പോവുകയാണെന്ന് ഞാൻ പറയുന്നു. ചില കുടുംബങ്ങൾ ഉയരാനേ പോകാത്ത അവസ്ഥയിൽ കിടക്കുന്നതിൻ്റെ കാരണം ഇതാണ്. ദൈവഭക്തിയില്ലാത്ത മക്കളും അവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത മാതാപിതാക്കളും. അപ്പോൾ എല്ലാ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കണം, ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ മാത്രമാണ് മക്കളിൽ ദൈവകൃപ കടന്നു വരുന്നതും അവർ വിശുദ്ധിയിലേക്ക് വരാൻ ഇടയാകുന്നതും. ദൈവത്തിൻ്റെ വചനം അവരിലുണ്ടാകണം. ജോബ് 1:5 പറയുന്നുണ്ട്,
സൽക്കാര ദിനങ്ങൾ കഴിയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിൻ്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാകാം എന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ നടക്കും. എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമായിട്ട് നമ്മുടെ ചുറ്റുമുള്ള എത്രയോ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനകൾ നടക്കുമ്പോൾ അതിൽ ഒന്നിൽ പോലും പങ്കെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും സാധിക്കുന്നുണ്ടോ? എത്രയോ നാളായി ഭാര്യ പറയുന്നു അല്ലെങ്കിൽ ഭർത്താവ് പറയുന്നു നമുക്ക് ഒരുമിച്ച് പള്ളിയിൽ പോകാം, അല്ലെങ്കിൽ നിങ്ങളെങ്കിലും ഒന്ന് പോയി കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുക. പണ്ടിതുപോലെ ഒരു ഭാര്യ എപ്പോഴും പറയും. അപ്പോൾ ഭർത്താവ് പറയും, ഞാനൊക്കെ പോയി കുമ്പസാരിച്ചാൽ നീയൊക്കെ വല്ല കടത്തിന്നേലും കിടക്കേണ്ടി വരുമെന്ന്. അതായത് ഉണ്ടാക്കിയത് മുഴുവൻ കട്ടും പറിച്ച് ഉണ്ടാക്കിയതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ശരിക്കും കുമ്പസാരിച്ചാൽ അതൊക്കെ പരിഹാരം ചെയ്യണം, തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നാണ്. ഉണ്ടാക്കിയിരിക്കുന്നതെല്ലാം കട്ടും പറിച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കളുടെ വിശുദ്ധി മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ല എങ്കിൽ അതെല്ലാം ബന്ധനങ്ങളായി കിടക്കും. പാരമ്പര്യ കെട്ടുകൾ അഴിയണമെങ്കിൽ തോബിത്ത് 3:1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക, മക്കളിലേക്ക്, കുടുംബത്തിലേക്ക്, തലമുറകളിലേക്ക് കടന്നു വരാതിരിക്കാൻ. സുഭാഷിതം 13:24 പറയുന്നുണ്ട്, മകനെ ശിക്ഷ കൂടാതെ വളർത്തുന്നവൻ അവനെ വെറുക്കുന്നു, സ്നേഹമുള്ള പിതാവ് അവന് ശിക്ഷണം നൽകാൻ ജാഗരൂകത കാട്ടുന്നു. അല്ലാതെ അവരെ ഉപദ്രവിക്കുകയല്ല ചെയ്യുന്നത്. ഇത് വിവേകമുള്ള മക്കൾ മനസ്സിലാക്കണം. സ്നേഹമുള്ള പിതാവ് അവന് ശിക്ഷണം നൽകാൻ ജാഗരൂകത കാട്ടുന്നു. സുഭാഷിതം 13:24. സുഭാഷിതം 22:6 പറയുന്നുണ്ട്, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. അതുകൊണ്ട് എല്ലാം തികഞ്ഞു കഴിഞ്ഞിട്ട് മക്കളെ ശരിയാക്കാൻ പിടിക്കാം എന്ന് വിചാരിക്കുകയല്ല. ഒപ്പത്തിനൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടങ്ങളിൽ മക്കൾ അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിയിച്ചാൽ മതി. ഉള്ളത് മുഴുവൻ അവരെ അറിയിച്ചു വന്നു കഴിയുമ്പോൾ അവസാനം പിടിവിട്ട അവസ്ഥയാകും. വാർദ്ധക്യത്തിലും അതിൽ നിന്ന് അവർ വ്യതിചലിക്കുകയില്ല, നേരാവഴിയിൽ നമ്മളവരെ നയിച്ചാൽ. പ്രഭാഷകൻ 30:13 പറയുകയാണ്, മകൻ്റെ ലജ്ജാകരമായ പ്രവൃത്തികൾ നിമിത്തം ദുഃഖിക്കാതിരിക്കേണ്ടതിന് അവനെ ശിക്ഷണത്തിൽ വളർത്താൻ ശ്രദ്ധിക്കുക. അവർക്ക് വചനം കൊടുക്കുക, അവർക്ക് മാതാപിതാക്കൾ മാതൃക കൊടുക്കുക. ഏറ്റവും വലിയ കാര്യം ഇതാണ്. അല്ലാതെ അവരെ കാറ്റിസത്തിലും ധ്യാനത്തിലും യുവജന ധ്യാനത്തിലും അവരെ തള്ളിവിടും. പക്ഷേ മാതാപിതാക്കൾ തമ്മിൽ കടിപിടുത്തുവാണെങ്കിൽ ആ മക്കൾ ഉയർന്നു വരാൻ ഭയങ്കര പ്രയാസമാണ്. രണ്ട് വീട്ടുകാരുടെയും കാര്യവും പറഞ്ഞ് അവർ പലരും മരിച്ചും പോയി, എന്നിട്ടും പരസ്പരം ചെളിവാരി എറിയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റണം. അപ്പോൾ പ്രഭാഷകൻ 30:13 മറന്നു പോകരുത്. വീണ്ടും മിശ്രവിവാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ആ ദേശത്തെ നിവാസികളുമായി നിങ്ങൾ ഉടമ്പടി ചെയ്യരുത്. പുറപ്പാട് 34:15-16 വാക്യം. ആ ദേശത്തെ നിവാസികളുമായി നിങ്ങൾ ഉടമ്പടി ചെയ്യരുത്. ചെയ്താൽ തങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുകയും അവർക്ക് ബലിയർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ നിങ്ങളെ ക്ഷണിക്കുകയും അവരുടെ ബലിവസ്തു ഭക്ഷിക്കാൻ നിങ്ങൾക്കിടവരുകയും ചെയ്തേക്കാം. അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ആ പുത്രിമാർ തങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുകയും നിങ്ങളുടെ പുത്രന്മാരെ അതിനായി പ്രേരിപ്പിക്കുകയും ചെയ്തെന്ന് വരാം. അതുകൊണ്ടാണ് 2 വള്ളത്തിലും കാലും വെച്ച് നിന്ന പോയി കഥ. പിന്നത്തെ കഥ ഒന്നും പറയണ്ടല്ല. പുറപ്പാട് 34:15-16 വാക്യം അല്ലേ. അവർ നിങ്ങളുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാരെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാൽ ആ പുത്രിമാർ എങ്ങനെ തങ്ങളുടെ ദേവന്മാരെ ആരാധിക്കാൻ നിങ്ങളുടെ പുത്രന്മാരെ അതിനായിട്ട് പ്രേരിപ്പിക്കും. ഇത് അസഹിഷ്ണുവായ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് യു ആർ എ ഹിന്ദു, ബി എ ഗുഡ് ഹിന്ദു. യു ആർ എ ക്രിസ്ത്യൻ, ബി എ ഗുഡ് ക്രിസ്ത്യൻ. യു ആർ എ മുസ്ലിം, ബി എ ഗുഡ് ക്രിസ്ത്യൻ. നിങ്ങൾ ഏതിലാണോ ഓരോരുത്തരും ജീവിച്ച് വളർന്നത്. ഇങ്ങനെ ഒരാൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, നാട്ടിലെങ്ങും പെണ്ണില്ലെങ്കിൽ സ്വന്തം പെങ്ങളെ കെട്ടാമോ എന്ന് ചോദിക്കുന്നത് പോലെ ഇങ്ങനെയുള്ള ചാട്ടങ്ങളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും എല്ലാവർക്കും പരമാവധി നല്ലത്.
വീണ്ടും നിയമാവർത്തനം 7:3-4 അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്. നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്ക് വേണ്ടി സ്വീകരിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ മറ്റ് ദേവന്മാരെ സേവിക്കാനായി നിങ്ങളുടെ മക്കളെ എന്നിൽ നിന്ന് അവർ അകറ്റിക്കളയും. അതിനുള്ള സാധ്യതകളുണ്ട്. കാരണം ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ട്രഡീഷൻ ആൻഡ് എൻവയൺമെൻറ്റ്. അപ്പോൾ കർത്താവിൻ്റെ കോപം നിങ്ങൾക്കെതിരെ ജ്വലിക്കുകയും നിങ്ങളെ വേഗം നശിപ്പിക്കുകയും ചെയ്യും. ഗോട്ട് ദ പോയിന്റ്. നിയമാവർത്തനം 7:3-4. അതുപോലെ തോബിത്ത് 4:12 എല്ലാത്തരം അധാർമികതയിലും നിന്ന് നിന്നെ കാത്തുകൊള്ളുക. നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക. അതാണ് കുടുംബവും പാരമ്പര്യവും മാതാപിതാക്കളെയും കുടുംബവും ഗോത്രവും വർഗവും ഒക്കെ നോക്കുന്നത് പറയുന്നത്. നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക. അന്യജനതകളിൽ നിന്ന് വിവാഹം ചെയ്യരുത്. അതാണ് നല്ലത്. നാം പ്രവാചകന്മാരുടെ സന്തതികളാണ് മകനെ. നമ്മുടെ പിതാക്കന്മാരായ നോഹ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെല്ലാം തങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നാണ് ഭാര്യമാരെ തിരഞ്ഞെടുത്തത് എന്ന കാര്യം നീ അനുസ്മരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി അവരുടെ പിൻതലമുറ ദേശം അവകാശമാക്കും. തോബിത്ത് 4:12 വചനം വളരെ പവർഫുള്ളായിട്ടുള്ള വചനങ്ങളാണ്. കാരണം അനന്തര തലമുറ ഉണ്ടാകണ്ടേ. നമുക്കറിയാം, ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഡോക്ടർ, ആശുപത്രി, നേഴ്സുമാർ, ഓപ്പറേഷൻ തിയേറ്റർ, ബന്ധുക്കൾ പ്രാർത്ഥിക്കുന്നു, ഒരുങ്ങുന്നു, സ്റ്റെറിലൈസ് ചെയ്യുന്നു, എന്തെല്ലാം രോഗി ഒരുക്കുന്നു, ഫാസ്റ്റിങ്ങിൽ പോകുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ്, എത്ര പ്രാർത്ഥനകൾ നടക്കുന്നു, എന്തെല്ലാം തരം ഒരുക്കങ്ങളാണ് ഒരു ഓപ്പറേഷൻ, ഒരു സർജറിക്ക് വേണ്ടി. എന്നാൽ എന്നെയും നിങ്ങളെയും പോലെ ഒരു മനുഷ്യനെ ഈ ലോകത്തിലേക്ക് ജന്മം നൽകാൻ, മക്കൾക്ക് ജന്മം നൽകാൻ ഇതിനേക്കാൾ തലമുറകൾ എത്രയോ വിശദീകരിക്കപ്പെടണമെന്ന് കൂടെ ഓർക്കുക. 10 ഗുണം 10 ഗുണം. അപ്പോൾ തോബിത്ത് 4:12 മറക്കരുത്. എസ്ര 9:14 പറയുന്നുണ്ട്, ഇനിയും ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ച് ഈ മ്ലേച്ഛതകൾ പ്രവർത്തിക്കുന്ന ജനങ്ങളുമായി വിവാഹത്തിൽ ഏർപ്പെടുകയോ ഞങ്ങളിൽ ആരും രക്ഷപ്പെടുകയോ അവശേഷിക്കുകയോ ചെയ്യാത്ത വിധം അങ്ങ് കോപത്താൽ ഞങ്ങളെ നശിപ്പിക്കുകയില്ലേ. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുന്ന ഇങ്ങനെയുള്ള തിന്മകൾ അകറ്റി കുടുംബത്തെയും തലമുറകളെയും വിശുദ്ധീകരിക്കണമേ എന്ന് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. യുവജനങ്ങളെ, കുഞ്ഞുമക്കളെല്ലാം ഈ പ്രബോധനങ്ങൾ കേൾപ്പിക്കുക. മാതാപിതാക്കൾ ആദ്യം കേൾക്കുക. നിങ്ങളുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടട്ടെ, യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ. പിശാചിൻ്റെ എഫെസസ് 4:27 പറയുന്നുണ്ട്, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. എഫെസസ് 6:11 പറയുന്നുണ്ട്, സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ഈ നിയോഗം വെച്ച് എഫെസസ് 6:10-17 വരെ വചനങ്ങൾ എല്ലാ ദിവസവും ഒരു 7 പ്രാവശ്യം വെച്ച് ഒരു 33 ദിവസം പ്രാർത്ഥിക്കുക, തെറ്റായ ബന്ധങ്ങൾ വിട്ടുപോകാൻ. അങ്ങനെയുള്ള ചില കേസുകളൊക്കെ അമ്മമാർ, മാതാപിതാക്കൾ വന്ന് പ്രാർത്ഥിച്ച് വചനം കേട്ട് തന്നെ മാറിപ്പോയ, വഴക്കുണ്ടാക്കാനോ തർക്കിക്കാനോ പോകാതെ തന്നെ വിട്ടുപോയിട്ട് ഓടി വന്ന് സാക്ഷ്യപ്പെടുത്തിയ, വേറെ കല്യാണം നോക്കിക്കോ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ അവർ പറഞ്ഞു പിരിഞ്ഞ കേസുകളും വിവാഹം നടക്കുന്നതിന് മുമ്പ് ആ ബോധ്യം കിട്ടിയ അവസ്ഥകളും നല്ല വിശുദ്ധിയിലേക്ക് കടന്നു വന്ന അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മക്കളെ, യുവജനങ്ങളെ, കുഞ്ഞുമക്കളെ, തലമുറകളെ വിശുദ്ധീകരിക്കണേ. യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകി പരിശുദ്ധാത്മാവിനാൽ നിറക്കണമേ. തെറ്റായ ബന്ധങ്ങൾ, തെറ്റായ ചിന്തകൾ, തെറ്റായ ബോധ്യങ്ങൾ, അവിഹിത ബന്ധങ്ങൾ എടുത്തു മാറ്റണമേ. വിവാഹ ജീവിതം വിശുദ്ധമായിട്ട് ആചരിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. കർത്താവെ, കുറച്ച് ദിവസം ജീവിച്ചിട്ട് തല്ലിപ്പിരിയുന്ന അവസ്ഥ, കൊത്തിപ്പറപ്പിക്കുന്ന അവസ്ഥ, ഇന്ന് ഒത്തിരി കേസുകൾ കുടുംബ കോടതിയിലും മറ്റുമായിട്ട് കെട്ടിക്കിടക്കുന്നു. കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. അവരെല്ലാം പലരും വാശി പിടിച്ചിറങ്ങി ചാടി പുറപ്പെട്ടവരും ഒത്തിരി പൊസസീവ് മൈൻഡുള്ളവരാണ്. പിന്നീട് നേരെ നോക്കിയാൽ തല്ലുപിടിക്കുന്നവരും, സംശയം,
അതുപോലെ ചില ലഹരിയുടെ ബന്ധനങ്ങൾ, മറ്റു പല പ്രേമബന്ധങ്ങളുടെ അടിമത്തങ്ങൾ, തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥകളിലൊക്കെ ആയിത്തീർന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതം വെച്ച് കളിക്കാതെ, മറ്റുള്ളവരുടെയും ജീവിതം വെച്ച് പരീക്ഷിച്ചുകൊണ്ട് നിൽക്കാതെ, യഥാർത്ഥമായ വിശുദ്ധിയിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലും രണ്ട് വ്യക്തികൾ തമ്മിലും ചേരുമ്പോൾ അതിന് നടുക്ക് ദൈവമുണ്ടാകാനും ദൈവഹിതപ്രകാരമുള്ള ആശീർവദിക്കപ്പെട്ട വിവാഹബന്ധങ്ങളായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. തകർന്ന മാതാപിതാക്കളുടെ മനസ്സുകളെ അങ്ങ് കാണണമേ. മക്കളെ വളർത്തി വലുതാക്കാൻ തേനും പാലും ഒക്കെ കൊടുത്ത് കൈയാണോ കാലാണോ വളരുന്നത് എന്നാൽ മാതാപിതാക്കളെ ചവിട്ടി അരച്ചുകൊണ്ട് ഒരു കരുണയുമില്ലാതെ അവരുടെ കണ്ണുനീര് വീഴ്ത്തി നടക്കുന്ന എല്ലാ വിവാഹങ്ങൾക്ക് വേണ്ടി അത്തരം കുടുംബങ്ങളിൽ നൊമ്പരപ്പെടുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. സഭാ പാരമ്പര്യം, വിശ്വാസം അതിനെല്ലാം നിഷ്കരുണം പുച്ഛിച്ചു തള്ളുന്നവരെയും അവസാനം അതിലേക്ക് എത്തിപ്പെടാൻ മാടിപ്പിടിക്കാൻ വേണ്ടി മറ്റുള്ളതെല്ലാം തള്ളിക്കളയുന്നവരെയും എല്ലാം സമർപ്പിക്കുന്നു. ദൈവമേ, ദൈവികമായ തിരിച്ചറിവ് യുവജനങ്ങൾക്ക്, കുഞ്ഞുമക്കൾക്ക്, വിവാഹത്തിനൊരുക്കുന്നവർക്കെല്ലാം നൽകണമേ. തെറ്റായ ബന്ധങ്ങൾ വർദ്ധിച്ചു വരുന്നു. വിവാഹത്തിന് മുമ്പേയുള്ള ലൈംഗിക ബന്ധങ്ങളും വിവാഹം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് പറയുന്ന തരത്തിലുള്ള ജഡികതയ്ക്ക് മാത്രം, സ്വന്തം സുഖങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലുള്ള ജാതി മതം ഒന്നും നോട്ടമില്ല. കർത്താവെ, എല്ലാം മറന്ന് തലമാരി മറന്ന് എണ്ണ തേക്കുന്നത് പോലത്തെ അവസ്ഥകൾ പരിശുദ്ധ അമ്മയെ മാതാവെ വിശുദ്ധിയും മാതൃകയും മാനസാന്തരവും നൽകണമേ. പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ലോകം മുഴുവന് വേണ്ടിയും തകർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബ ബന്ധങ്ങളെയും വിശദീകരിക്കാൻ, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് വേണ്ടി, വിവാഹത്തിനൊരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോന്നിനും അതതിൻ്റെ സമയമുണ്ടെന്ന് സഭാപ്രസംഗം 3-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ആ സമയത്തും കാലത്തും ചെയ്യേണ്ട കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ആദ്യം ദൈവരാജ്യം നീതി അന്വേഷിക്കുക. മത്തായി 6:33. ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന വചനം ഇന്ന് ഉറച്ച ജോലി കിട്ടട്ടെ, ഗവൺമെൻറ് ജോലി കിട്ടട്ടെ, വിസ കിട്ടട്ടെ എന്നും പറഞ്ഞ് തൽക്കാലം പിടിച്ച് നിൽക്കാനൊക്കെ ഉണ്ട്. എങ്കിലും പിന്നെ ആകട്ടെ സമയമായിട്ടില്ല, പക്വത വന്നിട്ടില്ലെന്ന് പറയുന്ന മാതാപിതാക്കളും, മക്കൾക്ക് പക്വത വന്നിട്ടില്ലെന്ന് പറയുന്ന മാതാപിതാക്കളും, ഗവൺമെൻറ് ജോലി കിട്ടിയാൽ മാത്രമേ കല്യാണം നടക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നവരും ഇങ്ങനെ വിഷമിക്കുന്ന ഒത്തിരി പേരുണ്ട്. കർത്താവെ, എല്ലാത്തിനും ഒരു പരിഹാരം നൽകണമേ. ഇന്ന് ഈ വചനം കേട്ടുള്ളൊരുക്കി പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവ് ഇവരുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. ഇവരുടെ സങ്കടങ്ങൾക്ക് പരിഹാരം കൊടുക്കണമേ. യേശുവേ, നന്ദി, സ്തുതി. യേശുനാമത്തിൽ ബന്ധനം കഴിയട്ടെ. കെട്ടോ പൊട്ടത്തിൽ രക്തവിട്ട് പരിശ്രമയുടെ മാസം ഉണ്ടാകട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒത്തിരി സ്നേഹത്തോടെ എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്ന് ബ്രദർ ഷൈജു ആദപ്പള്ളി. ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എല്ലാവരും ഓർക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കമൻസുകൾ, പ്രാർത്ഥനാ നിയോഗങ്ങൾ അയക്കുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള സന്ദേശങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അങ്ങനെ സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയുടെ പ്രേക്ഷിത വേലയിൽ നമുക്ക് പങ്കുകാരായി മുന്നോട്ട് പോകാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.